ഇൻഡിപെൻഡൻസ് ഡേക്ക് റോക്കാകാൻ പോകുന്ന നമ്മുടെ മഹേന്ദ്ര ഥാർ റോക്സ് കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മീഡിയ ഡ്രൈവിലാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് ഡ്രൈവ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ വെഹിക്കിൾ നമ്മൾ ഏറെ വെയിറ്റ് ചെയ്തിരുന്നൊരു മോഡലാണല്ലോ. കാരണം 3 ഡോർ വെഹിക്കിളിൽ നിന്നും താറിൽ നിന്നും ഒരു 5 ഡോറിലേക്ക് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്, ഒരുപാട് ഫാൻ ബേസ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ പുതിയ മഹേന്ദ്ര ഥാർ റോക്സ്. സോ ഈ ഒരു വെഹിക്കിളിൻ്റെ ഇപ്പം ഫ്രണ്ട് ലുക്കും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ നമ്മൾ സിമിലർ ടു നമ്മുടെ ഥാറിൻ്റെ തന്നെയാണെങ്കിലും ഈ ഒരു പുതിയൊരു ഗ്രില്ലും കാര്യങ്ങൾ 360 ഡിഗ്രി ക്യാമറ, അതുപോലെ തന്നെ ഒരു LED ഹെഡ് ലാമ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ബമ്പേഴ്സിൻ്റെ ഒക്കെ സൈഡ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ചെറിയ ചെറിയ ചേഞ്ചസേ ഉള്ളൂ. ആ സ്ട്രോങ് ബമ്പേഴ്സ് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഒരു LED, ഒരു ഫോഗ് ലാമ്പ്, സെൻസേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഒരു ശരിക്കും SUV ആ ഒരു കാറ്റഗറിയിലേക്ക് എന്തായാലും തരംഗമാകാൻ പോകുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഫീച്ചേഴ്സ് അതേപോലെ ലോഡറാണ്. അപ്പം എനിക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഈ ഒരു വെഹിക്കിളിനെ പറ്റി ഇപ്പോൾ പറയാൻ വേണ്ടി പറ്റത്തില്ല. ജസ്റ്റ് നമുക്കൊരു ക്വിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മെയിൻ ആയിട്ടുള്ള ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇതാ നമ്മുടെ ഈ ഒരു ഡോറ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഒരു ഭാഗം വഹിക്കുന്നൊരു കാര്യമാണ്. കാരണം താറിനെ സംബന്ധിച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ പുറയിലേക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ ചെറിയൊരു ബുദ്ധിമുട്ട്. അത് സെലക്റ്റീവായിട്ടുള്ള ആളുകൾ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിപ്പോൾ എന്തായാലും ഒരു ഫാമിലിക്കൊക്കെ ആപ്റ്റാകുന്ന രീതിയിലേക്ക് 5 ഡോർ ഥാർ റോക്സ് വന്നു കഴിഞ്ഞു. ഇതേ ഇൻറ്റീരിയർ നോക്കിയോ, അത്യാവശ്യം ഒരു വൈറ്റ് കൂടിയിട്ടുള്ള ഇൻറ്റീരിയറാണ്. സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ, അതേപോലെ തന്നെ പനോറമിക് സൺറൂഫ്, വലിയ സൺറൂഫ് ഏരിയ നമുക്ക് ഈ ഒരു റോക്സിൽ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഡ്രൈവ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. പിന്നെ നമുക്ക് അടുത്തൊരു ഭാഗം നോക്കുമ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ ഈ പറഞ്ഞ പോലെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ്. ഇൻറ്റീരിയർ എന്തായാലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ, കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് കാണാൻ സാധിക്കുന്നത്. വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്കിപ്പോൾ ഇതിൽ കാണുമ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു സെൻട്രൽ കൺസോളിൻ്റെ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഡ്രൈവിൻ്റെ കാര്യങ്ങളും, ഇതിപ്പോൾ 2 വീൽ മോഡലാണ്. അതിൽ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോ ഹോണിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, സീറ്റ് വെൻറ്റിലേഷൻ, അതേപോലെ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ഡ്രൈവ് മോഡ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. പുതിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കാണുന്നത്. ക്ലസ്റ്റർ ഓൾസോ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഡ്രൈവ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. പിന്നെ ജസ്റ്റ് റിയർ സൈഡ് കൂടെ ഒന്ന് കാണിച്ചു തരാമേ. റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും എടുത്ത് പറഞ്ഞിട്ട് കാര്യം കഴിഞ്ഞാൽ ഇതിൻ്റെ 18 ഇഞ്ച് വീൽസാണ് കേട്ടോ. ഒരു മൾട്ടി ടെറൈന് പറ്റുന്ന രീതിയിലേക്കുള്ളൊരു ടയർ പ്രൊഫൈലാണ് കാണുന്നത്. അതേപോലെ പുതിയൊരു ടെയിൽ ലാമ്പ് സെഷൻ കാണാം. പിന്നെ ബൂട്ട് സ്പേസ് സെഷൻ നോക്കിയാലും അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും ഉണ്ട്. നോക്കി കണ്ടല്ലോ. അപ്പം മൊത്തത്തിലൊരു എല്ലാ പർപ്പസിനും ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലേക്കാണ് നമ്മുടെ ഥാർ റോക്സ് വരുന്നത്. ഡ്രൈവ് എന്തായാലും എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഡ്രൈവ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഇപ്പോൾ ബേസിക് ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്തത്. അതേപോലെ തന്നെ ഇവിടെയുള്ള കളേഴ്സും ഉണ്ടോ, ഈ വൈറ്റ് ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. അതേപോലെ ഈ ഒരു ഷെയ്ഡ്, ഇതിൻ്റെ കളർ കറക്റ്റ് എന്താണെന്ന് എനിക്ക് ഇപ്പോൾ ഒരു ബ്ലൂ കൂടിയിട്ടുള്ളൊരു മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ബ്ലൂ ആണ്. പിന്നെ റെഡും വൈറ്റും പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഡ്രൈവ് എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് വെഹിക്കിളിൽ ഒരു ഔട്ട്സൈഡ് ഇൻസൈഡ് ചെറിയൊരു ഫീഡ്ബാക്ക് ഒന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.